പത്തനംതിട്ട പന്തളത്ത് വയോധികനെ ആക്രമിച്ച് സ്കൂട്ടർ തട്ടിയെടുത്ത കേസിലെ 4 പ്രതികളെ പന്തളം പോലീസ് സാഹസികമായി പിടികൂടി. കഴിഞ്ഞ 21-ാം തീയതി രാത്രിയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. പന്തളം സ്വദേശിയായ തുളസീധരൻ രാത്രി 10 മണിയോടെ തന്റെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോഴാണ് ബൈക്കിലെത്തിയ 4-അംഗ സംഘം അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയത്. യാതൊരു പ്രകോപനവുമില്ലാതെ തുളസീധരനെ ക്രൂരമായി മർദ്ദിച്ച സംഘം അദ്ദേഹത്തിന്റെ സ്കൂട്ടറുമായി കടന്നു കളയുകയായിരുന്നു. അക്രമികളുടെ മർദ്ദനത്തിൽ തുളസീധരന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വയോധികനെ നടു റോഡിൽ ഉപേക്ഷിച്ചാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പത്തനംതിട്ട എസ്.പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. പ്രദേശത്തെ 100-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് അതീവ ജാഗ്രതയോടെയാണ് നീങ്ങിയത്. പ്രതികൾ കാരക്കാട്ടുള്ള ഒരു ഒളിയിടത്തിൽ ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് പ്രദേശം വളയുകയായിരുന്നു. പിടികൂടാനുള്ള ശ്രമത്തിനിടെ പ്രതികൾ പോലീസിനെ ആക്രമിക്കാനും രക്ഷപ്പെടാനും ശ്രമിച്ചെങ്കിലും പോലീസ് അവരെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി. പ്രതികളെ കണ്ടെത്താനായി പന്തളം പോലീസ് നടത്തിയ അന്വേഷണം സിനിമയെ വെല്ലുന്ന രീതിയിലുള്ളതായിരുന്നു. ഒളിത്താവളം കണ്ടെത്തിയതിന് പിന്നാലെ നടത്തിയ മിന്നൽ നീക്കത്തിലാണ് 4-അംഗ സംഘം വലയിലായത്. കൊല്ലം കടക്കൽ സ്വദേശി ശരത്, പത്തനംതിട്ട നാരങ്ങാനം സ്വദേശി കണ്ണൻ ഗണേശ്, പന്തളം ചേരിക്കൽ സ്വദേശി ശിവരാജൻ, പന്തളം സ്വദേശി അമിത് കുമാർ എന്നിവരെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇവർ മുൻപേ പല ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രതികൾ പന്തളം കാരക്കാട് ഭാഗത്തുള്ള ഒരു വീട്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യവിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം പ്രദേശം രഹസ്യമായി വളഞ്ഞത്. പോലീസിനെ കണ്ടതോടെ പ്രതികൾ അക്രമാസക്തമായി. പിടിയിലാകാതിരിക്കാൻ ഇവർ പോലീസിനെ ആക്രമിക്കാനും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനും ശ്രമിച്ചു. എന്നാൽ പോലീസ് സംഘം ബലപ്രയോഗത്തിലൂടെ 4 പേരെയും കീഴ്പ്പെടുത്തി. വയോധികനിൽ നിന്ന് കവർന്ന സ്കൂട്ടറും പ്രതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രമണത്തിന് ശേഷം സ്കൂട്ടറിലാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണ് മോഷണ മുതലും കണ്ടെത്തിയത്. അക്രമികൾ മുഖം മറച്ചും രാത്രിയുടെ മറവിലുമാണ് കൃത്യം നിർവഹിച്ചതെങ്കിലും ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ അവരെ കുടുക്കാൻ പോലീസിന് സാധിച്ചു. CCTV ദൃശ്യങ്ങളാണ് ഈ കേസിൽ പോലീസിന് ഏറ്റവും വലിയ തുണയായത്. അക്രമം നടന്ന സ്ഥലത്തെയും പ്രതികൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ള വഴികളിലെയും 100-ലധികം CCTV ക്യാമറകളാണ് പോലീസ് സംഘം പരിശോധിച്ചത്. പന്തളം ടൗൺ മുതൽ ജില്ലാ അതിർത്തി വരെയുള്ള ക്യാമറകൾ ഇതിൽ ഉൾപ്പെടുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനിടെ അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ പ്രതികളിൽ ഒരാളായ കണ്ണനെ തിരിച്ചറിഞ്ഞത് കേസിൽ വലിയ വഴിത്തിരിവായി. മുൻപും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഇയാളെ CCTVയിലെ ശാരീരിക പ്രത്യേകതകൾ വെച്ചാണ് ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലൂടെ പ്രതികൾ എവിടെ നിന്ന് വന്നുവെന്നും കൃത്യത്തിന് ശേഷം എങ്ങോട്ടാണ് പോയതെന്നും കൃത്യമായി മനസ്സിലാക്കാൻ പോലീസിന് സാധിച്ചു. ഇത് പ്രതികളുടെ ഒളിത്താവളം കണ്ടെത്തുന്നതിലേക്ക് പോലീസിനെ നയിച്ചു. പിടിയിലായ 4 പ്രതികൾക്കെതിരെയും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മുമ്പും ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. സ്ഥിരം കുറ്റവാളികളായ ഇവർ വയോധികന്റെ പക്കൽ പണമുണ്ടാകുമെന്ന ധാരണയിലാണ് ആക്രമണം ആസൂത്രണം ചെയ്തത്. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് 4-അംഗ സംഘം വയോധികനായ തുളസീധരനെ ആക്രമിച്ചത്. മോഷണത്തിന് പുറമെ അദ്ദേഹത്തെ ശാരീരികമായി ഉപദ്രവിക്കാനും പ്രതികൾ മടി കാണിച്ചില്ല. പ്രതികളുടെ ക്രൂരമായ മർദ്ദനത്തിൽ തുളസീധരന്റെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഭാരമുള്ള വസ്തു കൊണ്ട് തലക്കടിയേറ്റ നിലയിലായിരുന്നു അദ്ദേഹം. ആക്രമണത്തിന് ശേഷം രക്തം വാർന്ന നിലയിൽ റോഡരികിൽ കിടന്ന അദ്ദേഹത്തിനെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്കേറ്റ തുളസീധരൻ നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. തലക്കേറ്റ പരിക്കിന് പുറമെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ചതവുകളുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണെങ്കിലും ആഘാതത്തിൽ നിന്ന് അദ്ദേഹം ഇനിയും മുക്തനായിട്ടില്ല. ശാരീരിക പരിക്കുകൾക്ക് പുറമെ ഇത്രയും ക്രൂരമായ ഒരു അനുഭവം നേരിടേണ്ടി വന്നതിന്റെ വലിയ മാനസിക വിഷമത്തിലാണ് അദ്ദേഹം. രാത്രിയിൽ സുരക്ഷിതമെന്ന് കരുതിയ വഴിയിൽ വെച്ചുണ്ടായ ആക്രമണം അദ്ദേഹത്തെയും കുടുംബത്തെയും ഒരുപോലെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായതിനെ തുടർന്ന് പോലീസ് തുളസീധരന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികളെ തിരിച്ചറിയുന്നതിനും ആക്രമണത്തിന്റെ രീതി മനസ്സിലാക്കുന്നതിനും ഈ മൊഴി അന്വേഷണത്തിൽ നിർണായകമായി. വയോധികനെ ആക്രമിച്ച് സ്കൂട്ടർ കവർന്ന ഈ സംഭവം പന്തളം നിവാസികളെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നു. എന്നാൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രതികളെ വലയിലാക്കിയ പോലീസ് നടപടി ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നുണ്ട്. പ്രതികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്.